ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മൈദ മാവ് യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ നാടൻ രീതിയിലുള്ള പഴംപൊരി തയ്യാറാക്കാം. സോ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് പഴംപൊരി ഒന്ന് തയ്യാറാക്കിയാലോ. പഴംപൊരി തയ്യാറാക്കാനായിട്ട് മൈദ മാവ് യൂസ് ചെയ്യാണ്ട് തന്നെ ഞാനിവിടെ 1.5 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മൈദപ്പൊടി താല്പര്യമുള്ളൊരു മൈദപ്പൊടി യൂസ് ചെയ്തോളൂ. പക്ഷേ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി ഒരു 1.5 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ചേർക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ പകരം നമ്മളിവിടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഞുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം അധികം താല്പര്യമാണെങ്കിൽ അധികം പഞ്ചസാര യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യമനുസരിച്ച് വെള്ളം, ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാറ്റർ ഒരു തിക്ക് അല്ലാണ്ട് ലൂസ് അല്ലാണ്ട് ഒരു മീഡിയത്തിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു ദോശ മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നന്നായിട്ട് കൈ കൊണ്ട് ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സൈഡ്സ് എല്ലാം ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മാവ് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റിന് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴം, അതായത് നമ്മുടെ ഏത്തയ്ക്കപ്പഴം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ട്സൈഡ് ആ ഒരു തൊണ്ടെല്ലാം നമുക്ക് പീൽ ഔട്ട് ചെയ്തെടുക്കാം. തൊണ്ടെല്ലാം മാറ്റി കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്കപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഴംപൊരി തയ്യാറാക്കുമ്പോൾ പച്ചപ്പഴം ഒരിക്കലും എടുക്കാൻ പാടില്ല. നല്ല പഴുത്ത പഴം ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തൊണ്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നടുവിൽ നിന്ന് കീറിയിട്ട് ആണെങ്കിലും 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇതുപോലെ നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് പഴംപൊരി തയ്യാറാക്കാം. അല്ലെങ്കിൽ സൈഡായിട്ട് 2 പീസസ് ആക്കി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഒരു നടുവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നടുവിലത്ത് മുറിച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് അവനോൻ്റെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് എല്ലാം. പഴമെല്ലാം ഇതുപോലെ മുറിച്ചതിന് ശേഷം നമുക്ക് ബാറ്റർ ഒന്ന് എടുക്കാം. ബാറ്റർ എടുത്തതിന് ശേഷം നമുക്ക് ഒരു കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ എടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ബാറ്ററിലോട്ട് ഓരോ പഴം, നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓയിലിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഓരോന്ന് നമ്മുടെ ആ ഓയിൽ എത്രമാത്രം ഒന്ന് ഡിപ്പ് ചെയ്യാൻ പറ്റും അത്രമാത്രം പഴം ഇതുപോലെ ഒന്ന് മാവിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്ന് ഇതുപോലെ ഒന്ന് ഓയിലിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ആവുന്നിടം വരെ, അതായത് ഗോൾഡൻ കളർ ആവുന്നിടം വരെ തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ അതല്ല ബേക്കിംഗ് സോഡയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും നമ്മുടെ ദോശമാവോ അല്ലെങ്കിൽ ആ ഇഡ്ഡലി മാവാണ് ചേർത്തിരിക്കുന്നത്. എന്നാലും നമ്മുടെ പഴംപൊരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പഴം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മൈദ മാവ് യൂസ് ചെയ്യാണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പഴംപൊരി ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരി ഓയിൽ ചേർത്തതായതുകൊണ്ട് വളരെ ഹെൽത്തിയാണെന്ന് ഞാൻ പറയില്ല. എന്നാലും നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.